ഏറ്റവും പ്രസിദ്ധമായ രണ്ട് സ്ഥലങ്ങളെപ്പറ്റി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്ന് മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. മുഴക്കുന്ന് എന്നാണ് ആ കുന്നിൻ്റെ പേര്. അതിൻ്റെ മുകളിലാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രം ദൂരെ നിന്ന് നോക്കിയാൽ ഒരു മൃദംഗത്തിൻ്റെ ഷേപ്പിലാണ് ആ കുന്ന് ഉള്ളത്. തന്നെയുമല്ല, സംഗീതത്തിൻ്റെ ദേവതയാണ് അവിടുത്തെ പരദേവത. അപ്പം മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ ദേവതയായിട്ടുള്ള ഒരു ഇതാണ്. മുഴക്കുന്നെന്ന സ്ഥലത്തിന് കേൾക്കുന്ന തന്നെ ദേവതയുടെ സംഗീതം കൊണ്ട് മുഴങ്ങിയിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ മുഴക്കുന്ന് ക്ഷേത്രം. പക്ഷേ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സ്റ്റാച്യു ഒരു പഞ്ചലോക വിഗ്രഹമാണ്. ആ പഞ്ചലോക വിഗ്രഹത്തിന് ഒരു 1.5 കോടി രൂപ വില വരും. പക്ഷെ അവിടെ ഗാർഡുകളൊന്നുമില്ല. ഈ ക്ഷേത്രം അസാധ്യ കാര്യങ്ങളുടെ ഒരു ക്ഷേത്രമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും എന്നാണ് അവിടുത്തെ വിശ്വാസം. അത് ചില സമയത്തെങ്കിലും വളരെ ശരിയാണ് എന്ന് എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കത്തോലിക്ക സഭയിൽ സെൻറ്റ് ജൂഡ് എന്നൊരു വിശ്വാസമുണ്ട്. സെൻറ്റ് ജൂഡിനെ പ്രാർത്ഥിച്ചാൽ ഏത് ഇമ്പോസിബിളായ കാര്യവും നടക്കും എന്നാണ് കത്തോലിക്കർ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇമ്പോസിബിൾസിൻ്റെ ഒരു ക്ഷേത്രമാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. അവിടെ ഒരു ഗാർഡ് ഇടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാട്ടുകാരും അമ്പലാധികാരികളും അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തലശ്ശേരി ASP ആയിരിക്കുമ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാലക്കാട് റോഡിലെ ഒരു റോഡ് സൈഡിൽ ഈ 65 ലക്ഷം രൂപയായിട്ടുള്ള വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് അതിന് അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു. ഇത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്. ഞങ്ങൾക്ക് ഈ വിഗ്രഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത് തിരിച്ചവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്ന് കള്ളന്മാരൊരു